ആൽമണ്ട്സ് അഥവാ ബദാം കഴിക്കേണ്ട ശരിയായ രീതി നിങ്ങൾക്കറിയാമോ? നല്ല ക്രഞ്ചി ആയിട്ടുള്ള നട്ട് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതിങ്ങനെ വെറുതെ കുറിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കാര്യം. പക്ഷേ എന്നാൽ ഈ ആൽമണ്ട്സിൻ്റെ അകത്തുള്ള ഫൈറ്റിക് ആസിഡ് എന്ന് പറയുന്ന ആൻറ്റി ന്യൂട്രിയൻ്റ് നമ്മുടെ ശരീരത്തിലേക്ക് വൈറ്റമിൻ ഇ, സിങ്ക്, മഗ്നീഷ്യം തുടങ്ങിയ പോഷകങ്ങളൊക്കെ ശരീരത്തിൽ ആഗിരണം ചെയ്യുന്നത് തടയാനായിട്ട് ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആൽമണ്ട്സ് എപ്പോഴും നമ്മൾ സോക്ക് ചെയ്ത്, അതായത് 8 മുതൽ 12 മണിക്കൂർ വരെ വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ കഴിക്കുമ്പോൾ ക്രഞ്ചിനെസ് നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ ചിലരൊന്നും ഇങ്ങനെ കഴിക്കുന്നില്ല. എന്നാൽ നമുക്കത് അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ കുതിർത്തതിന് ശേഷം ആൽമണ്ട്സ് എടുത്ത് ഒന്ന് പാനിലിട്ട് ചൂടാക്കി ഡ്രൈ റോസ്റ്റ് ചെയ്ത് കഴിക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് സൺലൈറ്റിൽ വെച്ച് ഉണക്കിയെടുത്ത് സൂക്ഷിക്കുകയോ ചെയ്യാം. ഇനി അങ്ങനെ അല്ലാത്തവർക്ക്, കുതിർത്ത് കഴിക്കുന്ന ഇഷ്ടമുള്ളവർക്ക് റെഫ്രിജറേറ്ററിൽ ഇത് സൂക്ഷിച്ച് വെച്ച് കഴിക്കാവുന്നതുമാണ്. കുതിർത്തതിന് ശേഷം ഇതിൻ്റെ തൊലി കളയണോ കളയണ്ടയോ എന്ന് ചിലർക്ക് സംശയം വരും. തൊലി കളഞ്ഞും കളയാതെയും കഴിക്കാവുന്നതാണ്. കൊച്ചു കുട്ടികളും അതുപോലെ തന്നെ പ്രായമായിട്ടുള്ളവരും ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് കഴിക്കുന്നതാണ് കൂടുതലും നല്ലത്. കാരണം അവർക്ക് ദഹന പ്രക്രിയയൊക്കെ ഭയങ്കര സ്ലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അല്ലാത്തവർ തൊലിയോടുകൂടി കഴിക്കുന്നത് അവരുടെ ശരീരത്തിലേക്ക് ഫൈബർ കൂടുതലായിട്ട് എത്താനായിട്ട് സഹായിക്കുകയും ചെയ്യും. Lead a healthy life with healthy lifestyle.